നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര കുളക്കട എളങ്കമംഗലത്തിൽ പുതുതായി നിർമ്മിച്ച തൂക്കുപാലത്തിന്റെ ഉദ്ഘാടനം കേരള ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കുകയുണ്ടായി. കൊല്ലം, പത്തനംതിട്ട ജില്ലകളെ തമ്മിലും കുളക്കട, ഏലംകുളം ഗ്രാമപഞ്ചായത്തുകളെ തമ്മിലും കുളക്കട, എളങ്കമംഗലം പ്രദേശങ്ങളെ തമ്മിലും ബന്ധിപ്പിക്കുന്ന കല്ലടയാറിന് കുറുകെ കുളക്കട നമ്പിമൺ കടവിൽ നിർമ്മിച്ചിരുന്ന തൂക്കുപാലമാണിത്. 2009 നിർമ്മാണം ആരംഭിച്ച് 2012 സഞ്ചാരത്തിനായി തുറന്നുകൊടുത്ത ഈ തൂക്കുപാലം 2016 ചെറിയ തോതിൽ അപകടാവസ്ഥയിലേക്ക് മാറി. എന്നാൽ 2018-19 കാലയളവിലെ പ്രളയത്തിൽ ഇത് പൂർണ്ണമായി അപകടാവസ്ഥയിലേക്കായി. 5 വർഷത്തിലേറെയായി സഞ്ചാരം നിരോധിക്കപ്പെട്ട തൂക്കുപാലമാണ് ഇന്നലെ വീണ്ടും സഞ്ചാരത്തിനായി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയത്. കുളക്കട എളങ്ങമംഗലം തൂക്കുപാലം ഇന്ന് നവീകരണം പൂർത്തിയാക്കി സഞ്ചാരത്തിന് തുറന്നു കൊടുക്കപ്പെടുകയാണ്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളെ തമ്മിലും കുളക്കട, ഏഴംകുളം ഗ്രാമപഞ്ചായത്തുകളെ തമ്മിലും കുളക്കട, എളങ്ങമംഗലം പ്രദേശങ്ങളെ തമ്മിലും ബന്ധിപ്പിക്കുന്ന കല്ലടയാറിന് കുറുകെ കുളക്കട നമ്പിമൺ കടവിൽ നിർമ്മിച്ചിരുന്ന തൂക്കുപാലമാണിത്. 2009 നിർമ്മാണം ആരംഭിച്ച് 2012 നിർമ്മാണം പൂർത്തീകരിച്ച് സഞ്ചാരത്തിന് തുറന്നുകൊടുത്ത തൂക്കുപാലം 2016 ചെറിയ അപകടാവസ്ഥയിലായി. പിന്നീട് വന്ന പ്രളയം പാലത്തെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് അപകടാവസ്ഥയിലായി ഇതിനു ശേഷം ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ ഈ പാലത്തിലൂടെയുള്ള ഗതാഗതം സഞ്ചാരം നിരോധിച്ചിരുന്നു. 5 വർഷക്കാലത്തിലേറെയായി സഞ്ചാരം നിരോധിക്കപ്പെട്ടു കിടന്നിരുന്ന തൂക്കുപാലമാണ് ഇന്ന് ബഹുമാന്യനായ കൊട്ടാരക്കര MLA-യും കേരളത്തിന്റെ ആദരണീയനായ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ശ്രീ KN ബാലഗോപാലിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 54 ലക്ഷം രൂപ ചെലവഴിച്ച് പാലത്തിന്റെ നവീകരണം പൂർത്തിയാക്കി അതിമനോഹരമായ നിലയിലേക്ക് പാലം എത്തിച്ച് ഇന്ന് സഞ്ചാരത്തിന് തുറന്നു കൊടുക്കപ്പെടുന്നത്. ഈ പാലം സഞ്ചാരത്തിന് തുറന്നു കൊടുക്കപ്പെടുന്നതോടുകൂടി ഒറ്റപ്പെട്ടു കിടന്നിരുന്ന ഒരു പ്രദേശം, എളങ്ങമംഗലം പ്രദേശത്തെ 100 കണക്കിന് വരുന്ന ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണുള്ളത്. ആ പ്രദേശത്തെ ജനങ്ങൾ പാലം സഞ്ചാരയോഗ്യമല്ലാതിരുന്ന കാലത്ത് മെയിൻ റോഡിൽ എത്തുന്നതിന് വേണ്ടി 5 കിലോമീറ്ററിലധികം ചുറ്റി സഞ്ചരിച്ചാണ്, കാൽനടയായും ഓട്ടോറിക്ഷയിലും എല്ലാം ചുറ്റി സഞ്ചരിച്ചാണ് MC റോഡിൽ ഏനാത്ത് ഭാഗത്തോ കുളക്കടയിലോ ഒക്കെ എത്തിച്ചേർന്നിരുന്നത്. കുളക്കട പ്രദേശത്ത് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ആ സ്കൂളിൽ പഠിക്കുന്നതിന് വേണ്ടി എളങ്ങമംഗലം പ്രദേശത്ത് നിന്ന് 100 കണക്കിന് കുട്ടികൾ ദൈനംദിനം സ്കൂളിലേക്കും വീട്ടിലേക്കും ഈ പാലത്തിലൂടെയായിരുന്നു നേരത്തെ സഞ്ചരിച്ചിരുന്നത്. പാലം വരുന്നതിന് മുമ്പ് ഇവിടെ കടത്തുവള്ളമായിരുന്നു. കടത്തുവള്ളത്തെ ആശ്രയിച്ചാണ് കുട്ടികൾ ഉൾപ്പെടെ മറ്റ് മുതിർന്നവരും എല്ലാവരും ആറ്റിനക്കരെ ഇക്കരെ പോയിക്കൊണ്ടിരുന്നത്. പാലം വന്നപ്പോൾ അതൊരാശ്വാസമായി. പക്ഷെ അപകടാവസ്ഥയിലായി. അത് ഗതാഗതം നിരോധിക്കപ്പെട്ടിരുന്ന കാലത്ത് വലിയ ബുദ്ധിമുട്ടും ദുരിതവുമാണ് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് അനുഭവിക്കേണ്ടി വന്നത്. ആ ദുരിതങ്ങൾക്ക് ഏറെക്കാലമായി ഒരു മേഖലയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ അനുഭവിച്ചിരുന്ന യാത്രാ ദുരിതത്തിന്റെ ഒരു പരിഹാരമായി, ആശ്വാസമായിട്ടാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കൊട്ടാരക്കര MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 54 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ പാലത്തിന്റെ നവീകരണം പൂർത്തിയാക്കി ഇന്നിപ്പോൾ സഞ്ചാരത്തിന് തുറന്നു കൊടുക്കുന്നത്. ഏറെ ആശ്വാസകരവും അതിലേറെ അഭിമാനം, സന്തോഷം ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലം തുറന്നു കൊടുക്കപ്പെടുമ്പോൾ ഉണ്ടാവുകയാണ്. എൻ്റെ പേര് ജയകുമാർ എന്നാണ്. ഞാൻ ഏനാത്ത് CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ഇവിടെ ഏനാത്ത് പ്രദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇളങ്ങമംഗലവും കുളക്കടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ തൂക്കുപാലം നമ്മുടെ ആരാധ്യനായ ധനവകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ സാറിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 54,28,000 രൂപ മുടക്കിയാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും യാത്ര ചെയ്യത്തക്ക രീതിയിൽ ഇളങ്ങമംഗലവും കുളക്കടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം സ്കൂൾ കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും മറ്റ് തൊഴിൽ മേഖലകളിൽ പോകുന്ന മുഴുവൻ ആളുകൾക്കും വളരെയധികം ഫലപ്രദമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. സഖാവ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഈ തൂക്കുപാലം ഇവിടെ നിർമ്മിക്കാനുള്ള സാഹചര്യമുണ്ടായത്. തട്ടേക്കാട് ഒരു ദുരന്തമുണ്ടാകുകയും ആ ദുരന്തത്തിൽ കുറെ കുട്ടികൾ മരിക്കാനിടയായ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി അന്ന് ഇങ്ങനൊരു നിർദ്ദേശം നൽകുകയും
കുട്ടികൾ സഞ്ചരിക്കുന്നിടത്ത് തൂക്കുപാലം ആവശ്യമുള്ളിടത്ത് നിവേദനം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇളകമംഗലം നിവാസികളായ ഞങ്ങൾ ആദ്യമായിട്ട് 2 പത്തനംതിട്ട കളക്ടറേറ്റിലും കൊല്ലം കളക്ടറേറ്റിലും ഇതിന്റെ നിവേദനം സമർപ്പിക്കുകയും ഉടൻ തന്നെ മുഖ്യമന്ത്രി അതിന് നിർദ്ദേശം നൽകി ഈ പാലം നിർമ്മിക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്തു. 2018-ലും 2019-ലും ഉണ്ടായ പ്രളയമാണ് ഈ പാലത്തെ അപകടാവസ്ഥയിലേക്ക് എത്തിച്ചത്. വളരെ അപകടകരമായ രീതിയിൽ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലെല്ലാം കേടുപാടുകൾ സംഭവിക്കുകയും തുടർന്ന് അത് വീണ്ടും പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള തീരുമാനങ്ങളുണ്ടായി. വീണ്ടും പ്രളയമുണ്ടായി. അതിന്റെ പുനരുദ്ധാരണം നടക്കാതെ വന്നു. അങ്ങനെയാണ് ഞങ്ങൾ ധനവകുപ്പ് മന്ത്രിയെ കാണാനിടെ ഉള്ള സാഹചര്യം ഉണ്ടായത്. അങ്ങനെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ പാലം പൂർത്തീകരിച്ച് തരാമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുകയും അങ്ങനെ 54,28,000 രൂപ മുടക്കി ആണ് ഈ പാലം വളരെ ഭംഗിയായ രീതിയിൽ ഇന്ന് ജനങ്ങൾക്ക് സഞ്ചാരപ്രദമാകുന്ന രീതിയിൽ ഇത് പുനർനിർമ്മിച്ച് തന്നിരിക്കുന്നത്. വളരെ സന്തോഷമാണ് മന്ത്രിയുടെ ഈ പ്രവർത്തനത്തിൽ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. ഈ നാട്ടുകാരായ ഞങ്ങൾ എന്നു മുതൽ കടപ്പെട്ടവരായി മാറുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് ഇളങ്ങമംഗലം 11-ാം വാർഡിലെ മെമ്പറാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, നമ്മളെ ഇളങ്ങമംഗലം 3 വശവും കല്ലടയേറെ ചുറ്റപ്പെട്ടതാണ്. നമ്മുടെ കുട്ടികളെ സ്കൂളിലെ അതേപോലെ തന്നെ ക്ഷീരകർഷകർ പാല് കൊടുക്കുന്ന കുളക്കടയിലാണ്. അവരെല്ലാം ഈ പാലത്തിൽ കൂടെ ആയിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത്. ഈ പാലം അതായത് 2012-ലാണ് നമ്മുടെ ഈ പാലം പണി തീർന്ന് ഉദ്ഘാടനം കഴിഞ്ഞത്. അതിനുശേഷം 2018-ൽ വെള്ളപ്പൊക്കം വന്ന് പാലം നമുക്ക് യാത്രാ യോഗ്യമല്ലാതാവുകയും, പക്ഷേ ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ KN ബാലഗോപാൽ സാറ് ഈ 54 ലക്ഷം രൂപ തന്ന് ഈ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച് നമുക്ക് ജനങ്ങൾക്ക്, അതായത് കുളക്കടയും ഇളങ്ങമംഗലവും അതായത് കൊല്ലം ജില്ലയും പത്തനംതിട്ട ജില്ലയും ഒന്നിപ്പിക്കുന്ന ഈ പാലം തന്നതിന് നമ്മൾ നിസ്സീമമായ നന്ദി. എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തിന് വളരെ വളരെ നന്ദി. പാലം വന്നത് ഞങ്ങൾക്കൊക്കെ വളരെ ഉപകാരമാണ്. ഞങ്ങളൊക്കെ ഒത്തിരി വർഷം കൊണ്ട് ഈ പാലത്തിന് ഞങ്ങൾക്ക് കൊളക്കടയിൽ നിന്ന് ഇളങ്ങമംഗലത്ത് നിന്ന് കൊളക്കട വരുന്നതിന് പോകാൻ എളുപ്പ സൗകര്യമായി. സ്കൂൾ കുട്ടികൾക്കെല്ലാം നല്ല സൗകര്യമായി. എല്ലാം കൊണ്ടും പാലം ഞങ്ങൾക്ക് നല്ല ഇതാണ്. 3 കിലോമീറ്റർ നടന്ന് അതിനകത്തൂടായിരുന്നു ഞങ്ങൾ കൊളക്കട എന്തിനും ആവശ്യത്തിന് വരികയും പോവുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾക്ക് പാലം വന്നതുപോലെ വളരെ ഒരുപാട് സൗകര്യമായി. പോകാനും സൗകര്യപ്രദമായിട്ടുള്ളത്, പോകാനും വരാനും ഒക്കെ ഒരു പാലമുള്ള നല്ലതാണ്. പാലത്തിനെ കുറിച്ച് പറഞ്ഞാൽ അടിപൊളി പണിയാണ് ഇപ്രാവശ്യം നടന്നേക്കുന്നത്. അടിപൊളി പണിയാണ്. നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ പണി സന്തോഷകരമായിട്ടുള്ള പണിയാണ് നടന്നേക്കുന്നത്. ഇപ്രാവശ്യം കമ്പനിയൊക്കെ നല്ല രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നടക്കുന്നത്. കുളക്കട പോകാനുള്ള കുട്ടികൾക്കും ബാക്കിയുള്ള എല്ലാവർക്കും നല്ല പ്രയോജനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴത്തെ ഈ പാലം പണി എനിക്ക് വലിയ സന്തോഷമാണ്. എനിക്ക് ബാക്കിയുള്ള കാര്യത്തിനേക്കാളും മെച്ചമാണ്. ഇപ്പോൾ പണ്ടത്തെ കമ്പനിയേക്കാളും മെച്ചമാണ് ഇപ്പോഴത്തെ പ്രാവശ്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണ് എല്ലാ കാര്യത്തിലും. ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഞങ്ങളിപ്പോൾ ഇളങ്ങമംഗലമായിട്ട് ബന്ധപ്പെടാൻ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കുളക്കട കയറാം. മറ്റേ 3 മണിക്കൂർ 3 കിലോമീറ്റർ താണ്ടി നമുക്ക് പോയേ പറ്റൂ. പാലം വന്നത് നമ്മുടെയൊക്കെ ചെറുനാളിലേക്ക് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അക്കരെ വള്ളത്തിലായിരുന്നു പിള്ളേരൊക്കെ വരുന്നത്. അത് മഴ സമയമൊക്കെ ആയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറിയില്ലേ. ഇപ്പം പറഞ്ഞാൽ ഇവിടുന്ന് ഇളകമംഗലത്ത് നിന്ന് ഇപ്പോൾ ഇവിടെ രാവിലെ മിക്കവാറും കുട്ടികളെല്ലാം കുളക്കട സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും നല്ല ട്യൂഷൻ സൗകര്യവും കുളക്കടയാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രാവിലെ അവർക്ക് പെട്ടെന്ന് ഇങ്ങ് വരാൻ ഉള്ള സൗകര്യമുണ്ട്. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ഏനാത്ത് ചുറ്റിക്കിറങ്ങി വേണ്ടേ വരാം. കിലോമീറ്ററുകൾ എത്ര പിന്നെ നമ്മുടെ ചെറുതിലേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ഇതൊരു വലിയ സംരംഭമല്ലേ. വലിയ സംരംഭമല്ലേ. പോയിട്ടുണ്ടായിരുന്നു, ഒരുപാട് തവണ പോയിട്ടുണ്ട്. ഇനി പാലത്തേക്ക് കൂടെ കയറിപ്പം വലിയ ബുദ്ധിമുട്ടായിരുന്നേ പൊന്നു മോനെ. ഇവിടെ അത് ഇനിയില്ലാമ ഞങ്ങൾക്ക് ഉടനെ തന്നെ അവന്മാര് ഒത്തിരി അവന്മാരുണ്ട്. പിന്നെ 10-20 വയസ്സുള്ള പിള്ളേര് 5-6 എണ്ണം കൂട്ടറെന്നും പറഞ്ഞൊരു സാധനമുണ്ട്. അതേലെ കയറി വന്ന് പാലത്തെ വന്ന് ഇതിന്റെ മണ്ട കയറിയിരിക്കുക. കയറി വരികയല്ല, എന്നാലും അവന്മാർ വന്ന് ഇവിടെയൊക്കെ ഇരുന്നല്ലയോ ഇല്ലാമയാക്കുന്ന പിടിച്ചിട്ട് കുലുക്കുമല്ലയോ. കുലുക്കില്ലാമ അതിന് നമ്മൾ കുറെ ആൾക്കാർ കൂടി അത് ചെയ്യാതിരിക്കത്തക്കോണം ചെയ്യണം. അല്ല അത് കുറച്ച് അതാ വേണ്ടുന്നേ. അത് അത്യാവശ്യ കാര്യമാണ്. അയ്യോ ഞങ്ങൾക്കെല്ലാം ഇവിടെ ഈ ആറ്റാരൂനാ താമസിക്കുന്നത്. ഇവിടെ കൊണ്ട് കയറി നിർത്താൻ ഞങ്ങളെല്ലാവരും താമസിക്കുന്നു. മറ്റേ ഒരു പാലത്തിരണം. എൻ്റെ മോടെ വീട്ടിൽ പോണേ 250 രൂപ വേണം ഒരു വണ്ടിക്ക്. മാറിയെന്ന് പറയാം. ഇപ്പോഴ് ഇനി കണ്ടറിയാം. അങ്ങനെ ഇരുന്നപ്പം ഞങ്ങൾ പോവുക വരുക അങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ട് പാലം വന്നു.
പാലം വന്നു, പെരുവെള്ളം വന്നു, 12 ഉദ്ഘാടനം ചെയ്തു, 18 ആയപ്പോഴത്തേക്ക് പാലം താഴെ പോയി, തകർന്നു പോയി. പിന്നെ ഞങ്ങൾ കുളക്കട കണ്ട കാലം മറന്നു. ഞാനിവിടെ കിടന്ന് നിലവിളിച്ച് യൂട്യൂബിൽ പോയാൽ ഇപ്പം ഇതാ പാവം പിടിച്ച മനുഷ്യൻ ചെയ്യാൻ തുടങ്ങിയത് ആ മന്ത്രി. അയ്യോ ഇപ്പോൾ ഞങ്ങൾക്കെല്ലാം സ്വർഗമായി, ഇത് സ്വർഗമായി ഞങ്ങൾക്ക്. അല്ല, ഞങ്ങൾ അങ്ങനെ ആയിരുന്നു. ഇപ്പം 5-6 വർഷം കൊണ്ട് ആ ബന്ധമെല്ലാം മുറിഞ്ഞു, ബന്ധം ഒഴിഞ്ഞു. പിന്നെ ഇപ്പം വീണ്ടും ബന്ധമായി പോവാ. ഇപ്പം അന്ന് തന്നെ ഞാനേ പാലത്തേൽ കുറുന്താളിച്ച് ഞാൻ ഈ പാലം പണിഞ്ഞവർക്ക് ചായയൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കുമായിരുന്നു. പണിക്കാർക്ക് ചായയൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കും. ഭയങ്കര പാട്ടൊക്കെ പാടി കളിച്ച് ചിരിച്ചൊക്കെ സന്തോഷമായിട്ടിരുന്ന് എടാ ഉദ്ഘാടനം നിങ്ങളെല്ലാവരും വരണേ എന്ന് ഈ പണിക്കാർ പിള്ളേരോടൊക്കെ പറഞ്ഞു. പിന്നെ നേരെ ഇവിടെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുന്ന ഒരു പിന്നെ ഇത് വെക്കാൻ ലൈറ്റ് പാലത്തെ പിള്ളേരുണ്ടല്ലോ അല്ലാതെ പാലത്തെ കൂടെ വണ്ടിയും കൊണ്ടുമൊക്കെ പോകും. ഈ സ്കൂട്ടറും സൈക്കിളും ഒക്കെ മറ്റേ പാലത്തെ കൂടെ കൊണ്ടുപോകാമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു ഇത് വെക്കണമെന്ന് അന്നേരം പറഞ്ഞു. ഇത് പോവാത്ത രീതിയിൽ ഞങ്ങളെ ഈ വണ്ടി ഒന്നും കൊണ്ടുപോകാത്ത രീതിയിലാണ് പണിഞ്ഞേക്കുന്നത്, അതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ റെഡിയാക്കി ഇപ്പോൾ കുളക്കട ബന്ധമായി. ഞാനെന്തോ ഇത് വലിയ കാര്യത്തിൽ കുറുന്താളിച്ച് പാലം ശരിയായപ്പോൾ കാണാൻ പോയി. അവിടെ ഒരു വീട്ടിലെ പട്ടി എടുത്തിട്ട് കടിച്ചു 4200 രൂപയുടെ ഇഞ്ചക്ഷനാണ് എടുത്തത്. പിന്നെ അങ്ങ് തളർച്ചയായി, അങ്ങ് ഇരിക്കുക. എന്നാലും വേണ്ടിയല്ല ഞങ്ങൾക്ക് കുളക്കട. പിന്നെ ഓടി അങ്ങോട്ട് കയറിയാൽ പോരായോ. ഞാൻ കരഞ്ഞതല്ല എന്തോന്നറിയാമോ, ഞങ്ങൾക്ക് കഷായത്തിന് പോകണം. ഇവിടെ കഷായാശുപത്രി, ഞങ്ങൾക്ക് കഷായത്തിന് പോകണം. ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് കയറിയാൽ മതി. ഇപ്പം പിന്നെ 7 കിലോമീറ്റർ ഈ വയസ്സിൽ എന്നാൽ ഞാൻ നടക്കാൻ ഒക്കുവോ? വേണ്ട. അങ്ങനെ പറഞ്ഞ് കരഞ്ഞിവിടെ. അങ്ങനെ കരഞ്ഞപ്പോഴുണ്ട് നല്ല മനുഷ്യൻ അത് കേട്ടു. വളരെ വലിയൊരു പാലമൊന്നുമല്ല നമ്മുടെ ഇവിടെ. എന്നാൽ 2 കരകളെ ബന്ധിക്കുന്ന, 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാലമാണ്. അതിൻ്റെ സന്തോഷം 2 സൈഡിൽ നിൽക്കുന്ന ആളുകളുടെ മുഖത്തുമുണ്ട്. ദീർഘകാലമായി ഈ പാലം വന്നതിന് ശേഷം കുറേ കാലം വളരെ നന്നായിട്ട് ഈ പ്രവർത്തനം നടന്നു. മുമ്പ് വന്നതാണ് തൂക്കുപാലം. 10-15 വർഷം മുമ്പ് വന്നു. 2010 പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ്, അന്ന് ഐഷാപ്പൂറ്റ് MLA ആയിരുന്ന ആ സമയത്താണ് ആദ്യം. ആ സമയത്താണ് ഇങ്ങനൊരു സ്കീം വരുന്നത്.